നെറ്റ്വർക്കിന്റെ പ്രൈസ് വല്ലാണ്ട് ഇടിഞ്ഞു. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, സെൻട്രലൈസേഷൻ റിസ്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈ നെറ്റ്വർക്ക് അവരുടെ ബോർഡ് ഓഫ് മെമ്പേഴ്സ് മീൻസ് മെമ്പർഷിപ്പ് ലിസ്റ്റ് പബ്ലിസൈസ് ചെയ്യണില്ല. മനസ്സിലായ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം $97 ബില്യൺ 97 ബില്യൺ പൈ കോയിൻസ് ഡെവലപ്പേഴ്സിന്റെ കയ്യിലാണ്. ഡെവലപ്പേഴ്സ് അല്ല, ഫൗണ്ടേഷന്റെ കയ്യിലിരിക്കുന്നു. പൈ ഫൗണ്ടേഷന്റെ കയ്യിൽ. ഈ പൈ ഫൗണ്ടേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓണർഷിപ്പ് ഇല്ലാത്തൊരു സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ബേസിക്കലി ഇതിന്റെ പയനീഴ്സ് ഒക്കെ കൂടിയിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന പറയുന്നത് എന്ന് അവർ പറയുന്നത്. ഓണർഷിപ്പ് ഫ്രീ എന്നാ പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ അതല്ല. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറെ ആൾക്കാരുണ്ട്, ഫൗണ്ടേഴ്സ് ഉണ്ട്, കീ മെമ്പേഴ്സുകളുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ ഇൻഫർമേഷൻ ഒന്നും പബ്ലിസൈസ് ചെയ്യണില്ല പൈ ഫൗണ്ടേഷൻ. അതൊക്കെ കാരണം കൊണ്ട് റെഡ് ഫ്ലാഗ് ആണ് പൈ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൈ നെറ്റ്വർക്കിന് കൊടുക്കുന്നത്. മനസ്സിലായ? ആകെ 7.5 ബില്യൺ പൈ കോയിൻ ആണ് പയനീഴ്സിന്റെ കയ്യിലൊക്കെ ഉള്ളൂ. പിന്നെ ഇവര് പറയുന്നുണ്ട് കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, പയനീഴ്സ് ഉണ്ട്, നോഡ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, മീൻസ് നോഡ് ഉണ്ട്, പിന്നെ വാലിഡേറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒക്കെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് അത് പബ്ലിസൈസ് ചെയ്യണില്ല. മീൻസ് ഒരു ഗവേണിംഗ് സ്ട്രക്ചർ ഇല്ല. മനസ്സിലായ? ഗവേണിംഗ് സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ സ്ഥാനം എന്താണ് പൈ നെറ്റ്വർക്കിൽ എന്ന് അവർ സൂചന കാണിക്കണില്ല. മനസ്സിലായ? ഒരു ഡാവോ സ്ട്രക്ചർ ഇല്ലേ? ഡാവോ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, കമ്മ്യൂണിറ്റി ഗവേൺഡ് അല്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഈ കീ ഡിസിഷൻസിലൊക്കെ ഇല്ലേ, മീൻസ് പൈയുടെ ലോങ് ടേം ഡിസിഷൻസും മറ്റേ കാര്യങ്ങളിലൊക്കെ മീൻസ് ആക്ടിവിറ്റീസിലൊക്കെ പൈ നടത്തുന്ന ആക്ടിവിറ്റീസിലൊന്നും ഇവർക്ക് പങ്കുവെക്കാനുള്ള യാതൊരു രീതി, ഒരു ഡിസ്കണക്ട് ഉണ്ട്. മനസ്സിലായ? കാരണം വെച്ചാൽ ഡാവോ സ്ട്രക്ചർ ഇല്ല. അതൊക്കെ കാരണം കൊണ്ട് ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആണ്, ഒരു വലിയ ഇഷ്യൂ ആണ് മീൻസ് പൈ ഫൗണ്ടേഷന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും പബ്ലിസൈസ് ചെയ്യണില്ല. അതൊക്കെ കാരണം കൊണ്ട് ആൾക്കാർ മീൻസ് ഇൻവെസ്റ്റേഴ്സ് ഭയങ്കര കൺസേൺഡ് ആണ്. അതുകൊണ്ടാണ് പൈയുടെ വില $1.6 നിന്ന് $0.6 ആയിട്ട് കുറഞ്ഞത്. ഇതൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ വേറെ ഒരു കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, ഇപ്പൊ ഒരു ഹാക്കൊക്കെ നടത്തി നോക്കി. മീൻസ് ഒരു ഹാക്കർ വന്നിട്ട് പൈ ഫൗണ്ടേഷന്റെ ഉള്ളിൽ കയറി, മീൻസ് അവർ പൈ നെറ്റ്വർക്ക് ഹൈജാക്ക് ചെയ്ത് എന്നിട്ട് അതിലത്തെ കോയിനൊക്കെ ഡംപ് ചെയ്ത് അവർ കാശും കൊണ്ട് പോവാണെന്ന് നോക്കി. എന്നാലും ഒഡിറ്റ് ചെയ്യാനുള്ള യാതൊരു അവകാശമൊന്നും ഇല്ല. മീൻസ് പൈ ഫൗണ്ടേഷൻ അവർ സബ്ജക്റ്റ് അല്ല, അങ്ങനത്തെ ഒരു എഡിറ്റിങ്ങിനൊന്നും അവർ സബ്ജക്റ്റ് അല്ല. അതൊക്കെ കാരണം കൊണ്ട് ആൾക്കാർക്ക് വീണ്ടും പേടിയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതൊക്കെ കാരണം കൊണ്ടാണ് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ $0.6 നിൽക്കണ് റെസിസ്റ്റൻസ്. ഇനി ഇടിയാം $0.4. കാരണം വലിയ രീതിയിലൊന്നും ആക്ടിവിറ്റിയോ മീൻസ് വലിയ രീതിയിലൊന്നും പ്രൊജക്ട് മൂവ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ ആൾക്കാർ പിൻവലിക്കും കാശ് എന്തായാലും. ഇതൊക്കെ കാരണം കൊണ്ടാണ് ബൈനാൻസും കോയിൻ ബേസും ഒക്കെ പൈ കോയിൻ ലിസ്റ്റ് ചെയ്യാത്തത് അവർ എക്സ്ചേഞ്ചിൽ. ഈ കൺസേൺ കാരണം മീൻസ് അവര് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണില്ല. മനസ്സിലായ? പിന്നെ പൈനീസിന് ഇന്ററാക്ട് ചെയ്യാനുള്ള രീതിയില്ല. മീൻസ് പൈ ചാറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയും, പൈ ഫോറം ഒക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും പയനീഴ്സിന് ഈ ഡിസിഷൻസിൽ പങ്കുവെക്കാൻ യാതൊരു രീതിയില്ല, ഗവേണിംഗ് സിസ്റ്റം ഇല്ല. മനസ്സിലായ? അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം വലിയൊരു മാസീവ് യൂസർ ബേസ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷെ കാര്യമില്ല, മാസീവ് യൂസർ ബേസ് ഉണ്ടായാൽ മാത്രം പോരാ. മനസ്സിലായ? ഈ വക ക്വാളിറ്റീസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് പബ്ലിസിറ്റി, മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കണം. മനസ്സിലായ? കോർ ഡെവലപ്പേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മീൻസ് പൈ കോർ ഡെവലപ്പേഴ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ മീൻസ് ഈ ഓർഗനൈസേഷനിൽ അവരുടെ പൊസിഷൻ എവിടെയാണെന്നൊന്നും പബ്ലിസൈസ് ചെയ്യുന്നില്ല. ബേസിക്കലി ഈ ഡെവലപ്പേഴ്സിന്റെ കീഴിൽ ഈ പൈന ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഈ സ്റ്റാൻഫോർഡിലത്തെ പെണ്ണാണ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്സ് ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഹിഡൻ സിസ്റ്റമാണിത്. മീൻസ് ഒരു ഹിഡൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ഇൻഫോർമേഷൻ പുറത്തേക്ക് വിടാത്ത സിസ്റ്റം, അനോണിമസ് ആയിട്ട് ഓടുന്ന സിസ്റ്റം. ബിറ്റ് കോയിൻ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. കാരണം സത്തോഷി നാക്കാമാട്ടോ ആർക്കും അറിയില്ല. അവർ ഗ്രൂപ്പാന്നാ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെന്നും പറയുന്നുണ്ട്. ബേസിക്കലി ചിലപ്പോൾ കുറച്ച് കൂട്ടം ആൾക്കാരും കൂടി എഴുതിയ പേപ്പർ ആയിരിക്കും, വൈറ്റ് പേപ്പർ ആയിരിക്കും മറ്റേ ബിറ്റ് കോയിന്റെ പേപ്പർ. എന്തായാലും ശരി, അതുപോലൊക്കെ തന്നെ പൈ നെറ്റ്വർക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പൈ ഫൗണ്ടേഷന്റെ രീതികളൊക്കെ ബേസിക്കലി. മനസ്സിലായ? അപ്പൊ ഇതിന്റെ പ്രൈസ് വല്ലാണ്ട് ഇടിയാനുള്ള സാധ്യത, ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ബേസിക്കലി ഇപ്പൊ ഈ ഭാവിയിൽ അവര് ചിലപ്പോ കുറച്ചും കൂടി കൂടുതൽ ഇതില്ലേ ഇൻഫോർമേഷൻ പുറത്തേക്ക് വിടുമ്പോ. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഇവര് ഇത്രയാ മാസം കണ്ടമാനം പൈസ ആണ് അവര് പുറത്തേക്ക് വിടുന്നു. മീൻസ് അൺലോക്ക് ആക്കി വിടുന്നു. ഈ അൺലോക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ്. മീൻസ് കുറച്ച് കാശ് എടുത്ത് വിൽക്കായിരുന്നു. പക്ഷെ അവര് അവരുടെ ഫൗണ്ടേഷനിൽ നിന്ന് ബേസിക്കലി അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ബേസിക്കലി ആ കാശ് എത്ര ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് പൈ ഉണ്ടെന്ന്, ബില്യൺ പൈ അങ്ങോട്ടാണ് ഈ 12 മാസം കൊണ്ട് അൺലോക്ക് ചെയ്യുന്നത്. ഒരു മാസം തന്നെ മില്യൺസ് ഓഫ് പൈസ ആണ് അവര് അൺലോക്ക് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കുക. അപ്പൊ തന്നെ പ്രൈസിനെ എഫക്ട് ചെയ്യണം ഈ പൈ ഒക്കെ സർക്കുലേഷനിലേക്ക് വരുമ്പോ. പിന്നെ ബില്യൺസ് ആലോചിച്ച് തന്നെ ആലോചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അതിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മീൻസ് അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ
കുറെ പൈ ഉണ്ടല്ലോ, ബേസിക് കത്തിപ്പോയ പൈ മീൻസ് കറക്റ്റ് ടൈം KYC ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവരെ വെച്ച് കൗണ്ടർ ബാലൻസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും പൈ വരുമ്പോൾ ഇത്രയും പൈ കത്തിപ്പോയിട്ടുള്ളൂ എന്നുള്ള ചിന്ത. പക്ഷെ അങ്ങനെയല്ല, ഇത് വലിയൊരു നമ്പറാണ് അവർ അൺലോക്ക് ചെയ്യുന്നത് മാസം. മനസ്സിലായ? ഈ 5 ഫൗണ്ടേഷന്റെ കയ്യിൽ തന്നെ നമ്മൾ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ $70 ബില്യൺ അങ്ങനെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി വെറുത്ത് പൈ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ബേസിക്കലി. പക്ഷെ പൈയുടെ വില അത്ര ഇല്ല കേട്ടോ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇല്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള സർക്കുലേഷനിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ പറയുന്നത്. അപ്പൊ അത്ര അധികം പൈ അവരെ കയ്യിൽ വയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം. മീൻസ് സ്കെപ്റ്റിസിസം ഭയങ്കര ആവശ്യമുണ്ട്. ഒരു സ്കെപ്റ്റിസിസം അല്ല, വളരെയധികം സ്കെപ്റ്റിസിസം ആവശ്യമുണ്ട്. മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് ഞാൻ പൈല് ഇൻവോൾവ് ആയത് തന്നെ വെറുതെ ടാപ്പ് ചെയ്തിട്ടാ മൊബൈൽ ഫോണിൽ, മീൻസ് പൈയുടെ ഐക്കണിൽ. മീൻസ് അത് കാരണം കൊണ്ട് കുറച്ച് കാശ് ഉണ്ടാക്കി. 2200 പൈയും കൂടെ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൈയുടെ കുറച്ച് ഭാഗം ഞാൻ വിറ്റു, ബാക്കി ലോക്ക് ചെയ്ത് വെച്ചു. ഈ പൈ എനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റാൻ അടിപൊളിയാണ് ബേസിക്കലി. അടിപൊളിയാണ്. കുറച്ചധികം കാശ് ഉണ്ടാക്കിയിട്ട് സുഖമായിട്ട് ചെയ്യാം വിറ്റിട്ട്. പക്ഷെ അത് പറ്റണല്ലേ. അതുകൊണ്ട് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നെ എഫക്ട് ഒന്നും ചെയ്യില്ല. അത് പൂജിക്ക് പോലെ എനിക്കൊരു പുല്ലില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഇത് വെറുതെ കിട്ടിയ കാശാണ്. ഓക്കെ, പക്ഷെ എന്തായിട്ടാണ് പൈ നെറ്റ്വർക്കിന്റെ സ്റ്റേറ്റ് മനസ്സിലായ പ്രശ്നത്തിക്കാവാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും വെറുതെ കിട്ടിയ കാശായതുകൊണ്ട് അധികം ആലോചിക്കില്ല ഈ കാര്യത്തിൽ. മനസ്സിലായ? എന്തായാലും ശരി, ഈ വീഡിയോ എനിക്ക് ഇത്ര പറയാനുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞത്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. അറിയാവൂ.